ഹലോ ഫ്രണ്ട്സ്, അനയാസ് ഡ്രീം വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയൊരു മീൻകറി ഉണ്ടാക്കിയാലോ. അതും വറ്റ മീൻ ഉപയോഗിച്ച് മുളകിട്ട മീൻകറി. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു മീൻകറിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനായി നമുക്ക് വറ്റ മീനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് കുറച്ച് പൊടികൾ വറുത്തെടുക്കാം. അതിനായിട്ടൊരു പാൻ വെച്ചു. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ഉലുവ പൊടി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഒരു 1/4 സ്പൂൺ ഉലുവ ഇട്ട് വറുക്കുന്നത് കേട്ടോ. അത് വറുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് മുളക് പൊടി എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർക്കാം. ഞാനൊരു 2.5 സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. എന്നിട്ട് നല്ല രീതിയിൽ ഇതൊന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. പൊടി കരിഞ്ഞു പോകരുത്, ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി കേട്ടോ. ഇപ്പോൾ പൊടി നല്ല രീതിയിലൊന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ വറുത്ത പൊടി ഇനിയൊന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഈ പൊടി ഒന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ഈ പൊടിയെല്ലാം മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാൻ ആവശ്യത്തിന് കുറച്ച് വെള്ളം കേട്ടോ, ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. ഇപ്പോൾ നമ്മളിതൊരു നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പൊടികളെല്ലാം. ഇനി നമുക്ക് കറി വെക്കാനായിട്ട് ചട്ടി എടുക്കാം. അതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ച പൊടികൾ അരച്ച് വെച്ച ഈ പേസ്റ്റില്ലേ, അത് ഇതിലേക്ക് നമുക്ക് ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല രീതിയിൽ ഒരു മീൻകറിക്ക് ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ പൊടി ഒന്ന് ചൂടാക്കിയിട്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കുന്നത്. അപ്പം നമുക്ക് മീൻകറിക്ക് ഒരു കൊഴുപ്പ് കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ജാർ നല്ല രീതിയിൽ കഴുകി ഇതിലേക്ക് ഒഴിക്കാം. നമ്മൾ ഇതിലേക്ക് ജാറൊക്കെ കഴുകി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പച്ചമുളക്, പിന്നെ ഒരു ചെറിയൊരു തക്കാളി നീളത്തിൽ കട്ട് ചെയ്തത്, പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് പുളിയാണ് ചേർക്കുന്നത്. ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് കുടംപുളിയാണ് കേട്ടോ. അപ്പോൾ കുടംപുളി ആവശ്യത്തിനുള്ള പുളി ഇതിലേക്ക് ചേർക്കുക. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന കുടംപുളിക്ക് പുളി കുറവാണ് കേട്ടോ, അതാണ് കുറച്ച് അധികം ഞാൻ ചേർത്തത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഈ വറ്റ ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കുന്ന ഒരു മീൻകറിയാണ് കേട്ടോ. എല്ലാം കൂടെ ഒന്നിച്ച് ഇട്ട് തയ്യാറാക്കുക. നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കുന്ന ടൈം നമുക്ക് ലാഭിക്കാം, പെട്ടെന്ന് തയ്യാറാക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മീനെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്കിത് ഗ്യാസിലേക്ക് വെക്കാം കേട്ടോ. അതിനു മുന്നേ നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ചേർക്കണം കേട്ടോ. ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിത് ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം കേട്ടോ. ഇനി ഇത് അവിടെ നിന്ന് തിളക്കട്ടെ. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഇഞ്ചി ചതച്ച് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇടാൻ മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ ആ ഇഞ്ചി ചതച്ചതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നല്ല രീതിയിൽ മീൻകറി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കൊന്ന് തിളയ്ക്കുന്ന ഒരു സമയത്ത് ഇതൊന്ന് തുറന്ന് നമുക്ക് അടപ്പൊന്ന് തുറന്ന് മാറ്റിയിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇളക്കി കൊടുത്തിട്ട് പിന്നെയും നമുക്കിത് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ മീൻകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം എത്രത്തോളം നമുക്ക് ചാറ് വേണോ അതിനനുസരിച്ച് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യുന്നതിന് മുന്നേ നമുക്കിതിലേക്ക് മെയിനായിട്ടൊരു കാര്യം ചേർക്കണം കേട്ടോ. അപ്പോൾ ഇതാരും സ്കിപ്പ് ചെയ്യരുത്. നമുക്കിത് ചേർത്താൽ നമുക്ക് കടയിലൊക്കെ കിട്ടുന്ന ആ മീൻകറിയുടെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കായമാണ്, ഒരുപാട് ചേർക്കരുത്. ഒരു നുള്ള് കായം ലാസ്റ്റ് ഒന്ന് ചേർത്ത് ഒന്ന് ചെറുതായിട്ട് ഒന്ന് മിക്സ് ചെയ്തൊന്ന് കൊടുക്കുക കേട്ടോ. അപ്പം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും മീൻകറിക്ക്. അപ്പോൾ ആരും ഇത് ഒഴിവാക്കരുത്, ഇത് ചേർക്കണം. അതിനുശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ആക്കുന്നതിന് മുന്നേ ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്താൽ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ കാര്യം മറക്കരുത്, കായം ചേർക്കുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. എല്ലാവരും ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.
അപ്പം വീഡിയോ കണ്ട അഭിപ്രായം കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ്.